എന്തുകൊണ്ടാ ഈ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ ഞാൻ വരേണ്യ വിഭാഗത്തിന്റെ ആളാണെന്നും വക്താവാണെന്നും ഞാൻ സുലൈമാൻ സേട്ടാണെന്നും വോട്ട് ചോദിക്കേണ്ട ബോംബെയിൽ നിന്നാ മതി, മലപ്പുറത്ത് ജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ഇബ്രാഹിം സുലൈമാൻ സേട്ടാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഡോക്ടർ ശശി തരൂർ മുമ്പോട്ട് പോകുമ്പോൾ ആളുകളിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്നലെ അതേ സ്ഥാനത്ത് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹവും ഒത്ത് നൂറുകണക്കിന് പ്രവർത്തകർ നെഞ്ചിരിപ്പോടെ ഹൃദയാവേശത്തോടു കൂടി ജനങ്ങളെ കാണാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓരോ വഴികളിലും തിങ്ങിക്കൂടുന്ന അമ്മമാർ, സഹോദരിമാർ, വൃദ്ധർ, ചെറുപ്പക്കാർ, കൃഷിക്കാർ, അധ്യാപകർ, കർഷക തൊഴിലാളികൾ അവരുടെ ആവേശം കാണുമ്പോൾ ഉറപ്പിച്ചു ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഇവിടെ പിന്നെന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനം? BJP വരും, സൂക്ഷിക്കണം, അതുകൊണ്ട് തരൂർ നോട്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുക ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഭവം നടക്കാൻ പോണില്ല. ഡോക്ടർ ശശി തരൂരിന്റെ ടൈം കഴിഞ്ഞു. ചാൾസ് സാറ് 3 പ്രാവശ്യം മത്സരിച്ചത് ഓർമ്മയുണ്ടല്ലോ. 4ാമത് മത്സരിച്ചു. 4ാമത് മത്സരിക്കുമ്പോ ഞാൻ ചാൾസ് സാറിന്റെ പ്രവർത്തകനായിരുന്നു. ഞാൻ വെള്ളറടയിൽ ചൂണ്ടിക്കൽ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്, BJPക്കാരുടെ കേന്ദ്രത്തിൽ. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 4 മണിയായപ്പോ തലയിൽ ഒരു തൊപ്പിയും വെച്ച് ഒരു മനുഷ്യൻ കൈകൂപ്പി ഇങ്ങനെ പോവുകയാണ് തുറന്ന വാഹനത്തിൽ. അപ്പൊ ഞങ്ങള് ചാൾസ് സാറിന്റെ ലഘുലേഖകളുമായി ഇങ്ങനെ ഫീൽഡ് വർക്കിന് നിൽക്കുന്ന സമയം